ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റൈസ്, റിസെറ്റ്, റീഫോക്കസ്. വിക്ടറി വിത്ത് ആഷ് എന്നത് തത്വങ്ങളിൽ അധിഷ്ഠിതമായ, ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം പ്രവേശനമുള്ള, സൗജന്യമായ ഒരു സ്വകാര്യ അംഗത്വ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിൽ വളരാനും യഥാർത്ഥ കഴിവുകൾ നേടാനും ലോകത്ത് നല്ല സ്വാധീനം ചെലുത്താനും ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 1. ഉയരുക. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴി, അതായത് ഉയർച്ച, റൈസിംഗ്, ഒരു തീരുമാനത്തോടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുവരാനും നിലവിലുള്ള അവസ്ഥയെ ചോദ്യം ചെയ്യാനും നിങ്ങൾക്കിപ്പോഴുള്ളതിനേക്കാൾ മഹത്തായ ഒന്നിനായി എത്തിച്ചേരാനുമുള്ള ഒരു തീരുമാനം. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റാനും തടസ്സങ്ങളെ മറികടക്കാനും നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളുടെ ആന്തരിക ശക്തിയും നിശ്ചയദാർഢ്യവും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങൾ സാധാരണ നിലവാരം, മീഡിയോക്രിറ്റി, അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും പകരം മികവ് പിന്തുടരാൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഉയരുക എന്നാൽ ഭയമുണ്ടായിട്ടും പ്രവർത്തിക്കുക, പരിമിതികളെ മറികടക്കുക, നിങ്ങളുടെ കഴിവിൽ കുറഞ്ഞ ഒന്നിനും വഴങ്ങാൻ വിസമ്മതിക്കുക എന്നാണ്. ഇത് നിങ്ങളുടെ സ്വന്തം കഥയിലെ നായകനാകാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷമാണ്. സാധ്യതകൾ നിറഞ്ഞ ഒരു ഭാവി സ്വന്തമാക്കുക. 2. റീസെറ്റ് ചെയ്യുക. റീസെറ്റ്. നിങ്ങൾ വെല്ലുവിളിയെ നേരിടാൻ ഉയർന്നുകഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാനുള്ള സമയമാണിത്. റീസെറ്റിംഗ് എന്നത് ഒരു ഇടവേള എന്നതിലുപരി ബോധപൂർവമായ ഒരു പുനഃക്രമീകരണമാണ്. ഇത് നിങ്ങൾക്ക് ഇനി പ്രയോജനകരമല്ലാത്ത പരിമിതിപ്പെടുത്തുന്ന വിശ്വാസങ്ങളിൽ നിന്നും ശൈലികളിൽ നിന്നും മുക്തമാവുക എന്നതാണ്. ഒരു ക്ലോക്കോ ഉപകരണമോ റീസെറ്റ് ചെയ്യുന്നതുപോലെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സത്യസന്ധമായി നോക്കണം. നിങ്ങൾ മനഃപൂർവ്വം മാനസികമായും വൈകാരികമായും ശാരീരികമായും ആത്മീയമായും ഒരു പുതിയ ആരംഭ പോയിന്റ് തിരഞ്ഞെടുക്കുന്നു. ഒരു റീസെറ്റ് സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കുന്നു. നിങ്ങൾ ധീരമായ, പുതിയ, പ്രചോദനാത്മകമായ ലക്ഷ്യങ്ങൾ വെക്കുന്നു. നിങ്ങൾ ശരിക്കും പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ജീവിതവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ മനോഭാവങ്ങളെയും ശീലങ്ങളെയും ക്രമീകരിച്ച് ഒരു പുതിയ ദിശ സ്ഥാപിക്കുന്നു. ഒരു റീസെറ്റ് വലിയ സ്വപ്നങ്ങൾക്ക് ഇടം നൽകുകയും അവ പിന്തുടരാൻ നിങ്ങൾക്ക് ശ്രദ്ധയും ഊർജ്ജവും നൽകുകയും ചെയ്യുന്നു. 3. വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റീഫോക്കസ്. വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിപരമായ ശക്തി പലമടങ്ങ് വർദ്ധിക്കുന്നത്. നിരവധി ശ്രദ്ധാശൈഥില്യങ്ങളിലേക്ക് ഊർജ്ജം ചിതറിക്കുന്നതിനുപകരം നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സമയവും ശ്രദ്ധയും കഴിവുകളും നയിക്കാൻ നിങ്ങൾ പഠിക്കുന്നു. യഥാർത്ഥ ശ്രദ്ധ ഒരു ഭൂതക്കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു. കൂടുതൽ പ്രയത്നം കൂടാതെ ഇത് ശക്തിയെ കേന്ദ്രീകരിക്കുന്നു, സാധാരണ പ്രവർത്തനങ്ങളെ അസാധാരണ ഫലങ്ങളാക്കി മാറ്റുന്നു. ഈ അവസാന ഘട്ടം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ വ്യക്തിപരമായ വിജയത്തിന് പുറത്തേക്ക് വികസിപ്പിക്കുന്നു. വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളെ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ആത്യന്തികമായ വിശാലമായ ലോകം, ക്ഷേമവുമായി സന്തുലിതമാക്കുക എന്നതാണ്. നിങ്ങൾ ഒരു മാറ്റമുണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥം ലഭിക്കുകയും നിങ്ങളുടെ വിജയം പങ്കുവെക്കപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്നു. ഈ ചാനൽ സന്ദർശിച്ചതിന് നന്ദി.